എടപ്പാൾ ടൗണിലെ തൃശൂർ റോഡിൽ മേൽപ്പാലത്തിന് താഴെ നടന്നിരുന്ന അനധികൃത ചെടി വ്യാപാരം ഒഴിപ്പിച്ചു. പാലം നിർമ്മാണം പൂർത്തിയായ ശേഷം ശുചിമുറിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഒരു വിഭാഗം ചെടി വിൽപ്പന ആരംഭിച്ചിരുന്നത്. ഈ ഭാഗം ഇനി റോഡ് മുറിച്ച് കടക്കുന്നതിനും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരുടെ വാഹനങ്ങൾ നിർത്തിയിടാനുമായി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. പാലത്തിന് താഴെ വാഹനങ്ങൾ നിർത്തിയിടാനോ യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനോ പോലും ഇടമില്ലാത്ത സ്ഥലത്താണ് അനധികൃത ചെടി വിൽപ്പനയ്ക്കായി ഏറെ സ്ഥലം വളച്ചുകെട്ടിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. എന്നാൽ പാലത്തിന്റെ പരിപാലനവും മറ്റും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണെന്നും ഇവ അവരുടെ അറിവോടെയാണ് ഇത് വാടകയ്ക്ക് നൽകിയതെന്നുമായിരുന്നു ഒരു വിഭാഗം പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ചെടികളെല്ലാം മാറ്റിയതോടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും വ്യാപാരി വ്യവസായ സമിതിയും സംയുക്തമായി ഇവിടെ എത്തി. അനധികൃതമായി നിർമ്മിച്ച ഇരുമ്പ് കമ്പികളും മറ്റും മുറിച്ചുമാറ്റി വഴിയൊരുക്കി. ഇത് വ്യാപാരികൾക്ക് നീതി കിട്ടുന്നത് മാത്രമല്ല, വ്യാപാരികളുടെ അടുത്തേക്ക് വരുന്ന സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അവരുടെ നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാർഗമാണിത്. നമുക്കറിയാം, ഈ ഒരു മേൽപ്പാലത്തിന്റെ അടിഭാഗം, മേൽപ്പാലത്തിന്റെ അടിഭാഗവും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ പാലം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം 5 വർഷക്കാലം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ കൺട്രോൾ പ്രവർത്തിക്കേണ്ട ഈ ഒരു സംവിധാനത്തിൽ ഒരു ചെറിയ മരാമത്ത് പണി പോലും പാലത്തിന്റെ മുകളിലോ പാലത്തിന്റെ അടിഭാഗത്തോ നടത്താൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുകയാണ്. ഇതിനടിയിൽ ഈ പടവ് നടത്തിയതും ഭംഗിയായി വിരിച്ച ഇന്റർലോക്ക് നശിപ്പിച്ചതൊക്കെ, ഈ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നശിപ്പിച്ചതൊക്കെ. അപ്പൊ ഇതിനെതിരെ ആ നീതി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അനീതിക്കെതിരെയുള്ള സമരമായിട്ട് ഈ സമരം മാറുകയാണ്. ഇനി ഇവിടെ റോഡ് മുറിച്ചു കടക്കുന്നതിനും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരുടെ വാഹനങ്ങൾ നിർത്തിയിടാനുമായി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. ഇത് ലംഘിച്ചു വീണ്ടും കച്ചവടം ആരംഭിക്കാൻ നീക്കം നടത്തിയാൽ തടയാനാണ് തീരുമാനമെന്നും വ്യാപാരി സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. സംഘടനാ ഭാരവാഹികളായ ഇ പ്രകാശ്, എം ശങ്കരനാരായണൻ, കെ അസീസ്, ഹമീദ് നടുവട്ടം, എൻ.ആർ. അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. NCV ന്യൂസ്, എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.